കവറേജ് കമ്പനി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ സ്റ്റാർ 1000 റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കോ ആപ്ലിക്കന്റിനും ബാംഗ്ലൂരിലെ ഷെറാട്ടണിൽ വെച്ചിട്ട് 3 ദിവസത്തെ സ്റ്റാർ സമ്മിറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് വരാൻ പറ്റുന്നുണ്ടാവും. കമ്പനിയുടെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് റാങ്ക് ആയിട്ടുള്ള റൂബി എക്സിക്യൂട്ടീവ് റാങ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിക്കൊണ്ട് തായ്ലാന്റിലേക്ക് കമ്പനി ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേൾ എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് മലേഷ്യയിലേക്കും, എമറാൾഡ് എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലേക്കും, കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് റാങ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ദുബായിലേക്കും കമ്പനി ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊരു വിവാ ബിസിനസ് ഓണറും ആഗ്രഹിക്കുന്ന റാങ്കാണ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്ക്. ആ റാങ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സിംഗപ്പൂരിലെ സ്റ്റാർ ക്രൂസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ട, നിങ്ങൾ ഒരു വിവാഹ ബിസിനസ് ആയാൽ ഉടനെ തന്നെ ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ട്രെയിനിങ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആ ഒരു ട്രെയിനിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം, എങ്ങനെ ഈ ഒരു ബിസിനസ്സിലൂടെ ഏൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ടാവും. നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3D സപ്പോർട്ടിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. ഒന്ന്, നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി അടങ്ങുന്ന വലിയൊരു ടീം ജീവനാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡെലിവറി, ഇൻകം, മറ്റു ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ നോക്കാം ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. കഴിഞ്ഞ 11 വർഷത്തെ കമ്പനിയുടെ സക്സസ് ജേണി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള 104ഓളം ഫാമിലീസിനെ ഒരു ക്രോർപതി കാറ്റഗറിയിലേക്ക് ഉയർത്തിയിട്ടുള്ള ഒരു കമ്പനിയുടെ അവസരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ക്രോർപതി ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ 9 വർഷമായിട്ട് ഉള്ള ടീം ജീവനാനന്ദ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് ജേണി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള 12ഓളം വ്യക്തികളെ കേരളത്തിൽ നിന്നും 1 കോടിക്ക് മുകളിൽ വരുമാനം ഉയർത്തിയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നത്. അതിലുള്ള ഒരു വ്യക്തി ഇന്നിവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. യെസ്, ഇനി ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നമ്മൾ എടുക്കേണ്ട തീരുമാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങാൻ നിൽക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് ജേണി അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി അത് ഷേപ്പ് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കരിയർ, ഈ ഒരു ബിസിനസ് നിങ്ങളുടെ ബ്രാൻഡ് ന്യൂ കരിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ KYDS നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിലൂടെ ഇൻഡസ്ട്രിയോടൊത്തുള്ള നിങ്ങളുടെ ബിസിനസ് ജേണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് തന്നെ നിങ്ങൾ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്യുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവുക. അപ്പോ ഒരു ദൈവ ദൂതനെ പോലെ ഒരു ഫ്രണ്ട് ആയിരിക്കും നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. നല്ല ഒരു തീരുമാനമെടുക്കാൻ സർവശക്തൻ തുണക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു അമീൻ സാർ. ആണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ മേഖല ഏറ്റെടുത്ത് ഇന്ന് ഈ മേഖലയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചീവ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ഈ ബിസിനസ് ചെയ്തത് എന്നുള്ളതൊക്കെ അവർ നമുക്ക് മുമ്പിലൂടെ ഷെയർ ചെയ്യും. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് പ്രവാസിയായിരിക്കെ ഈ ഒരു അവസരം ഏറ്റെടുത്ത്, പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് പ്രവാസികൾ ഈ പ്രോഗ്രാമിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാസിയായിരിക്കെ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ഇന്ന് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് തന്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരം വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. മിസ്റ്റർ ഹംസ PT സാറിനെ ഞാൻ ഇങ്ങോട്ട് വളരെ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഹംസ സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വോയിസ് ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ് സാർ. താങ്ക് യു. പേര് പരിചയപ്പെടുത്തി, ഹംസ PT, പാലക്കാട് ജില്ലയിലെ കാരക്കാടാണ് സ്വദേശം. സൗദി അറേബ്യയിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊജക്ട് എനിക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ സുഹൃത്ത്. പ്രൊജക്ട് പരിചയപ്പെട്ടതും പ്രൊജക്ടിന്റെ ഭാഗമായതൊക്കെ ഒരുപാട് സംശയത്തോടു കൂടെ തന്നെയാണ്. കാരണം ഈ ഒരു മേഖല ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ ചൂസ് ചെയ്ത മേഖലയാണ്. തന്നെയുമല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലം സൗദി അറേബ്യയാണ്. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും പഠിച്ചു മനസ്സിലാക്കി കമ്പനി ലീഗലാണ്, മോറലാണ്, പ്രാക്ടിക്കൽ ആണെന്ന് മനസ്സിലായി. പ്രോഡക്റ്റുകളെല്ലാം പക്ക റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണെന്നും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് ബയോആക്റ്റീവ് ജപ്പാനാണെന്ന് മനസ്സിലായി. തന്നെയുമല്ല, കൊടുത്ത പ്രോഡക്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടി. മൈ ഡിയർ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ എടുത്ത ഡിസിഷൻ, അന്ന് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിന് BTech പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോൻ അംജദിനെയാണ് ഈ ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തത്.
പിന്നെ എന്റെ വൈഫിന്റെ ബ്രദറിനെ അസോസിയേറ്റ് ചെയ്തു. ഇന്റിമറ്റും അല്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സൗദിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം 12-13 മണിക്കൂറോളം വർക്ക് ഉണ്ട്. അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നാട്ടിലത്തെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപക്ക് മുകളിൽ പ്രോഫിറ്റ് വന്നു. സാധാരണ ഗൾഫുകാർ വരുന്നത് പോലെ 6 മാസത്തെ ലീവിൽ നാട്ടിൽ വന്നതാണ്. നാട്ടിൽ വന്നപ്പോൾ ഈ ബിസിനസ് ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്തു. സീരിയസ് ആയി ചെയ്യാണ്ടായ ഒരു കാരണം, കഴിഞ്ഞ 28 വർഷത്തോളമായിട്ട് പ്രവാസിയാണ്, സൗദി അറേബ്യയിലാണ്. പല സമയത്ത് വരുന്ന സമയത്തും ഇവിടെ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങി. പക്ഷെ ഒന്നും ക്ലിക്കായില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തപ്പോ കമ്പനിയിൽ നിന്നും 2,50,000 രൂപ പ്രോഫിറ്റ് വാങ്ങി കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് റാങ്കിലെത്തി. അപ്പോഴത്തെ ഡിസിഷൻ നേരെ കഫീലിനെ വിളിച്ച് പറഞ്ഞു വിസ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സുമായി ഞാനും എന്റെ ചെറിയ ടീമുമായി ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്തു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോ കമ്പനിയിൽ നിന്നും 7,50,000 രൂപ പ്രോഫിറ്റ് വാങ്ങി കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള മലേഷ്യൻ ട്രിപ്പ് അച്ചീവർ ആയിക്കൊണ്ട് കമ്പനിയുടെ പേൽ എക്സിക്യൂട്ടീവ് റാങ്കിലെത്തി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വീക്കിലി IST ഇൻകം 40,000 രൂപക്ക് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്നെ ശ്രമിക്കുന്ന പ്രവാസിയായിട്ടുള്ള പ്രത്യേകം പ്രവാസികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവസരത്തിന്റെ പ്ലാൻ ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. നല്ലൊരു തീരുമാനമെടുക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ഈ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ഹൗസ് വൈഫ് ആയിരിക്കും. ഇവിടെ ഒരുപാട് ലേഡീസിനെയൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിൽ കാണുന്നുണ്ട്. അപ്പോ ഇവിടെ ഹൗസ് വൈഫ് ആയിരിക്കും ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് തന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എന്റർപ്രണറെയാണ് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷെറീന മാഡത്തെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ്. Please welcome Sharina madam. Thank you sir. Okay na sir, voice okay na? Yes, audible ആണ്. Okay, good evening all. അപ്പോ നല്ല പോലെ തന്നെ സാറിനെ പരിചയപ്പെടുത്തി. എന്റെ പേര് ഷെറീന, സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുന്നാണ് ഞാനൊരു അവസരം കേട്ട സമയത്ത് ഏറ്റെടുക്കണം എന്നുള്ള ആദ്യമായ മോഹം ഉണ്ടായി. പക്ഷെ സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല പേടിയായിരുന്നു. മോന്റെ അടുത്ത് ചെന്നിട്ട് വിവരം പറഞ്ഞ സമയത്ത് ആള് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇന്ന് ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഉമ്മച്ചിയെ, ഇതിൽ നിങ്ങൾ പോയി പെടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 വർഷത്തോളം എനിക്കിത് അത്രത്തോളം ഒരു കോൺഫിഡന്റ് ഇല്ലായിരുന്നു. പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് ആണെങ്കിൽ പോലും പ്രൊഡക്റ്റ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്തു. നമ്മുടെ കമ്പനി പറഞ്ഞത് ഇത് തന്നെയാണ്, ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ഇറ്റ് എന്നാണ്. ഇത് കേട്ടപ്പോഴാണ് കൂടുതലായിട്ട് കോൺഫിഡന്റ് വന്നത്. നമ്മളോട് കഴിച്ചിട്ടാണല്ലോ പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞത് എന്നുള്ള കോൺഫിഡന്റ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ അത് യൂസ് ചെയ്ത് എന്റെ മോന് ശ്വാസം മുട്ടലായിരുന്നു, അവന്റെ രോഗം മാറി. എന്റെ ഉമ്മച്ചിക്ക് കൊടുത്തു, എന്റെ അമ്മായിമ്മക്ക് കൊടുത്തു, വീട്ടിലെല്ലാവരും യൂസ് ചെയ്തപ്പോ നല്ല നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ 600-ലേറെ പ്രോഡക്റ്റ് ഞാൻ അന്ന് സെയിൽ ചെയ്തു. ആ സമയത്ത് എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന്. ഇപ്പൊ 2 വർഷമായിട്ട് ഒരു ഒരു പാസീവ് ഇൻകം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതായത് ആ തട്ടിപ്പല്ല എന്ന് മനസ്സിലായി. 3 വർഷത്തോളം അങ്ങനെ ഉരുണ്ട് കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. സത്യം പറയാച്ചാല് വീട്ടിലിരുന്ന് കണ്ട് അധികം ഒരു പരിചയമല്ല, ഒരു സാധാരണ വീട്ടമ്മ, എനിക്ക് ഒരു പരിചയമല്ല, യാതൊരു വിധ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇല്ല, 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് ഇത് പറ്റുമോ സാധിക്കോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ടീം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്നത് കാരണം, എന്റെ ലീഡേഴ്സും തന്നെ എന്നെ കൂടെ നിന്നത് കാരണം തന്നെ ഇന്ന് ഈ 2 വർഷങ്ങൾ പിന്നിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് 10 ലക്ഷത്തിൽ ഏൺ ചെയ്യാൻ കഴിയുന്നുള്ളത്. സാധാരണ ഒരു വീട്ടമ്മയായ എന്നെ കൊണ്ട് ഇത് സാധിക്കുമെങ്കിൽ ഒരുപാട് കമ്പനി എന്താണോ പറഞ്ഞത് അത് എല്ലാം അച്ചീവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ തായ്ലാന്റിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ടാണ് ഇപ്പൊ 2 ദിവസമായിട്ട് നാട്ടിലെത്തിയിട്ടുള്ളൂ, അതും ഫ്രീ ആയിട്ട്. അപ്പൊ ഇത്രയും നല്ലൊരു കമ്പനിയാണ്, അതുപോലത്തെ നല്ല പ്രൊഡക്റ്റ് ആണ്, അതിൽ നമ്മൾ വിശ്വസിക്കുക, ചെയ്യുക, ഇത്രമാത്രം ജൈവിക. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഒരു ഹൗസ് വൈഫ് ആയിരിക്കും ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള ഒരു ലേഡി ഓണ്ടർപ്രണറുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോഗ്രാമിന്റെ വൈൻഡപ്പ് സെഷനിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ബക്രീദാണ്. ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് പ്രവാസികൾ തന്റെ കുടുംബത്തെ കാണാൻ പോലും കഴിയാതെ ഇന്ന് ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകത്തിൽ നിന്നുകൊണ്ട് ബക്രീദ് ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള ഒരു പ്രവാസി
കുറെ കാലം ഗൾഫിൽ ജോലി ചെയ്തു, ശേഷം നാട്ടിൽ വന്ന് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് കമ്പനിയിൽ നിന്നും 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങി കമ്പനിയുടെ 104 ക്രോർപതീസിൽ ഒരാളായിട്ടുള്ള ആ വ്യക്തിയെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. കമ്പനിയിൽ നിന്ന് 1 കോടി രൂപക്ക് വരുമാനം വാങ്ങിയിട്ടുള്ള അവർ ഗ്രേറ്റ് ലീഡർ മിസ്റ്റർ അബ്ദുൽ ഗഫൂർ സാറിനെ, മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഗഫൂർ സാറിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. Thank you very much. Audible ആണല്ലോ അല്ലേ അബിദ് ഭായി? Yes, audible. Thank you very much for your wonderful introduction. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ. ഈ ഒരു സമയത്ത് ഈ വൈകിയ വേളയിൽ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാനും ഒരു പ്രവാസിയായിരുന്നു. 8 വർഷത്തോളം സൗദി അറേബ്യയിൽ അൽഖോബറിലായിരുന്നു ജോലി. നാട്ടിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് നാട്ടില് വന്നു. സാധാരണ പ്രവാസികളെ പോലെ കയ്യിലുള്ളതും വന്നതും നിന്നതും ഒക്കെ കൂട്ടി ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്ത് നോക്കി. ഹോട്ടൽ ഉണ്ടായിരുന്നു, മൈസൂർ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് ചെമ്മാട് ഫാൻസി ഷോപ്പ്, അങ്ങനെ കൂൾ ബാർ, അങ്ങനെ ഒരുപാട് ഒരു 7 വർഷം കൊണ്ട് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്ത് നോക്കി. വന്നതും നിന്നതും എല്ലാം പോയി. ഒരു 50-55 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി. അതിലൊരുപാട് കടമായി. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു, അദ്ദേഹം ഹൈദരാബാദിലായിരുന്നു. എന്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. അദ്ദേഹമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ എന്നെ കൈപിടിച്ച് എന്റെ കയ്യിൽ തന്നത്. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, എന്റെ നാട്ടുകാരൻ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു കാര്യമേ ഉള്ളൂ, എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് രക്ഷപ്പെടണം, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ നിൽക്കുക. 6 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം 1,11,00,000 മുകളിൽ. ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ, ഒരു 30,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു 30 വർഷം അധ്വാനിച്ചാൽ എത്രയുണ്ടാവുക? 90 ലക്ഷം രൂപ. ഒരു 33 വർഷമാണ് ശരാശരി ഒരു മനുഷ്യായുസ് അല്ലെങ്കിൽ ഒരു പുരുഷായുസിന് ജോലി ചെയ്യാൻ പറ്റുന്ന ആരോഗ്യം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ പോലും 1 കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രം ഞാൻ 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങി എന്ന് മാത്രമല്ല, എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള 4 പേര് കോടീശ്വരന്മാരാണ്. എന്റെ ടീമിൽ വന്നിട്ടുള്ള ആൾക്കാർ. എങ്ങനെ കഴിയും? നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പല മേഖലയിലും നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് നമുക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? ചിന്തിക്കണം. പക്ഷെ ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതല്ല, ഒരുപാട് ആളുകളുടെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 2 കാരണങ്ങളാണ്. 1 തൊഴിലില്ലായ്മ, 2 ആരോഗ്യ പ്രശ്നം, അല്ലെ? ഇനി വളരാൻ പോകുന്ന ഒരു മേഖല എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ChatGPT ചോദിക്കാം, ഗൂഗിളിന്റെ അടുത്ത് ചോദിക്കാം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞ മേഖല, ആരോഗ്യ മേഖലയും പ്രിവെൻഷൻ മേഖലയും. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലെ? ഇന്ന് നമ്മുടെ പ്ലാൻ പറഞ്ഞ നമ്മുടെ വ്യക്തി, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ഇവിടെ വളരും എന്ന് പറയാനുള്ള ഒരു കാരണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ ഹോസ്പിറ്റലുകൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫെസിലിറ്റികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ അവയവത്തിനും ഓരോ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫെസിലിറ്റികളും ഈ ഹോസ്പിറ്റലുകളും ഡോക്ടേഴ്സും വരുന്നതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കുറയണ്ടേ? ഹലോ, മെയിൻ ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ്. ഞാൻ പോലും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് മാത്രം
മനസ്സിലായ ഒരു പോയിന്റ്. ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടുന്നു, ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുന്നു, ഫെസിലിറ്റികൾ കൂടുന്നു, പക്ഷെ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അത് തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ഡിഫ്തീരിയ, കോളറ, മലമ്പനി, വസൂരി, പ്ലാഗ് പോലുള്ള അസുഖങ്ങൾ മരുന്ന് കഴിച്ച പൂർണ്ണാരോഗ്യത്തിലേക്ക് തിരിച്ചു വരും. കാരണം അത് പകർച്ചവ്യാധികളായിരുന്നു. ഇന്നുള്ള രോഗങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അറിയുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികളുണ്ടോ? ഹാർട്ട് അറ്റാക്ക്, ലിവർ സിറോസിസ്, ബ്രെയിൻ ട്യൂമർ, കിഡ്നി ഫെയിലിയർ, പക്ഷാഘാതം, ക്യാൻസർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങൾ, ഏതെങ്കിലും രോഗങ്ങൾ പകർച്ചവ്യാധികളാണോ? പകരോ? ക്യാൻസർ പകരോ? ഷുഗർ പകരോ? ഇല്ല. ഇത് ജീവിതശൈലി രോഗങ്ങളാണ്. അത് മരുന്ന് കഴിച്ചാൽ പൂർണ്ണാരോഗ്യത്തിലേക്ക് തിരിച്ചു വരില്ല. വന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരുന്ന് കഴിച്ചിട്ട് പൂർണ്ണാരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? മരുന്നല്ല ഒരു പരിഹാരം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ കാരണം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു 5 കാരണങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, മൊബൈൽ ഫോൺ, ഇൻഡക്ഷൻ കുക്കർ, AC, ഫ്രിഡ്ജ് എന്നൊക്കെ സ്റ്റാറ്റിക് ഇലക്ട്രിക്സ് ആൻഡ് ടെൻഷൻ. ഈ 5 കാരണം നമ്മളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അസുഖങ്ങൾ വരാനുള്ള കാരണം. ഈ 5 കാരണത്തിൽ നിന്ന് മാറി നിന്നാൽ മതി. വല്ല കാട്ടിലും പോയി ജീവിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 കാരണത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ ജീവിക്കാൻ പറ്റൂ. ഈ ഒരു അസുഖം ഒന്നും വരണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിത്യവും ഒരാള് 3.5 കിലോ ഫ്രൂട്ട്സും വെജിറ്റബിളും ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള പല നിറത്തിലുള്ളത് നമ്മൾ കഴിക്കണം. 10 വയസ്സ് വരെ നമ്മുടെ ഉമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി, അത് മതി നമ്മുടെ ശരീരത്തിന്, മക്കളുടെ ശരീരത്തിന്. ജീവിതശൈലി രോഗങ്ങൾ വരില്ല. 10 വയസ്സ് വരെ അത് മതി. വൈറൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അത് വേറെ. ജീവിതശൈലി രോഗങ്ങൾ വരാണ്ടിരിക്കണം, പ്രിവെന്റ് ചെയ്യാൻ ഈ ഒരു മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവം മതി. പക്ഷെ 10 വയസ്സിന് ശേഷം നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. 27 മൂലകങ്ങൾ ഒരു ദിവസം, മിനറൽസ്, ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, അമിനോ ആസിഡുകൾ എല്ലാം നമ്മുടെ ഭക്ഷണത്തിലൂടെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിലുള്ള ഓർഗൻസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ പതുക്കെ ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക് വരും. ഒരു അസുഖമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടറെ അടുത്ത് പോകും, മരുന്ന് കഴിക്കും. ഈ ഒരു ഡെഫിഷ്യൻസിയിലേക്ക് തിരിച്ചു വരുള്ളൂ, ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരില്ല. ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം. അത് കിട്ടുന്നില്ല. ആ അവസരത്തിലാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ റെലവൻസ് വരുന്നത്. ഐപ്പൾസ് എന്ന് പറഞ്ഞ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള, റിസൾട്ട് ആൻഡ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ്, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി പ്രൂവൺ. 3.5 കിലോ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിച്ചതിന് തുല്യമായിട്ടുള്ള ന്യൂട്രീഷൻ വാല്യൂ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 60 മില്ലി കഴിച്ചാൽ മതി. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പോഷകങ്ങൾ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം തന്നെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരും. വേറെ മാജിക് ഒന്നുമില്ല. ക്യാൻസർ വരണ്ട എന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് ശരീരത്തിലേക്ക് കിട്ടിയാൽ മതി. ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 മുതൽ 7000 വരെ, 3000 മുതൽ 5000 വരെ ഒറാക്ക് വാല്യൂ ആന്റി ഓക്സിഡന്റ് ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം. അതിന്റെ 1% പോലും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇന്ന് കിട്ടുന്നില്ല. എന്നാൽ 3000 മുതൽ 5000 വരെ ഇല്ല, 5000 മുതൽ 7000 വരെ ഒറാക്ക് വാല്യൂ ആന്റി ഓക്സിഡന്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഐപ്പൾസ്. ശാസ്ത്രീയമായി തെളിയിച്ച, നിങ്ങൾ ചെക്ക് ചെയ്തു, വെറുതെ പറയല്ല. ഹാർട്ട് അറ്റാക്ക് വരുന്ന കാരണം നമുക്കറിയാം, കൊഴുപ്പടിഞ്ഞിട്ടാണ്. ഈ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ മോഡേൺ മെഡിസിനിൽ ഒരു മാർഗവും ഇല്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നല്ലാതെ. എന്നാൽ ശരീരത്തിലുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയും നാച്ചുറൽ ആയിട്ട്. അത് എന്താ? റെസ്വെറാട്രോൾ കണ്ടന്റ് വേണം നമുക്ക് ശരീരത്തിലേക്ക്. റെസ്വെറാട്രോൾ കണ്ടന്റ് ഭക്ഷണത്തിലൂടെ കിട്ടണം. അത് എവിടുന്ന് കിട്ടുന്നില്ല. ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് റെസ്വെറാട്രോൾ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ മൈന്യൂട്ട് നരമ്പിൽ കൂടെ ഉള്ള കൊഴുപ്പിനെ പോലും അലിയിച്ച് കളയാൻ കപ്പാസിറ്റി ഉള്ള പ്രോഡക്റ്റ് കണ്ടന്റ് ആണ് റെസ്വെറാട്രോൾ. റിച്ച് ആണ് നമ്മുടെ ഐപ്പൾസ്.
അത് കഴിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല. അത് കഴിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ വളരില്ല. ശരീരത്തിന് നമ്മുടെ ജീവിതശൈലി കൊണ്ട് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും റിവേഴ്സ് വന്ന ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള, ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി പ്രോഡക്റ്റ് ആണ് ഐപൾസ്. ഇതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡയബറ്റിക്. വളരെ മനോഹരമായിട്ട് തന്നെ പ്ലാൻ പറഞ്ഞ ആൾ പറഞ്ഞു, ഒരു പൊട്ട് ഗുളികയിൽ നിന്ന് 1, 2, 3 ഇൻസുലിനിലേക്ക് മാറി ഇൻസുലിന്റെ അളവ് കൂടി വന്ന് 5 വർഷം മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ 5 വർഷത്തിനുള്ളിൽ, ചിലപ്പോൾ 1 വർഷം കൊണ്ടാവാം, 2 വർഷം കൊണ്ടാവാം, 3, 4, 5 വർഷം കൊണ്ടാവാം, അദ്ദേഹത്തിന്റെ കിഡ്നിയോ ലിവറോ ഹാർട്ടോ ബ്രെയിനോ നെർവോ സിസ്റ്റമോ കണ്ണോ ഇതിലേതെങ്കിലും ഒന്നിന് ബാധിക്കും. ഗ്യാരണ്ടിയാണ്. ഏതെങ്കിലും ഒന്നിന് ബാധിക്കും. പലർക്കും പല രീതിയിലാണ്. പിന്നെ അതിനുള്ള ചികിത്സ തുടങ്ങേണ്ടി വരും മരുന്നിന്റെ കൂടെ. അത് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് അടുത്ത പ്രശ്നം വരും. അതിന്റെ കൂടെ ഒരു മരിച്ചുള്ള ജീവിതമാണ്. നമ്മുടെ കോഫി, ഐ കോഫി എന്ന് പറഞ്ഞ ഇന്ന് ഏഷ്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഹെർബൽ ഷുഗർ മാനേജ്മെന്റ് കോഫി. രാവിലെ കഴിക്കുന്ന വൈകുന്നേരത്തെ കഴിക്കുന്ന ചായക്ക് പകരം കോഫിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഷുഗർ കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം റിവേഴ്സ് വന്ന് ഏതാണോ മരുന്ന് കഴിക്കുന്നതെല്ലാം പതുക്കെ ഗ്രാജ്വലി നിർത്തിക്കൊണ്ട് മധുരമടക്കം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി പ്രോഡക്റ്റ്. സാധ്യതയുണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ? ഉണ്ട്. 100% സാധ്യതയുണ്ട്. നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു ബിസിനസ് ഇവിടെ നടക്കും. ഞങ്ങളുടെ ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ പരിശോധിക്കുക. 11 വർഷത്തെ ഹിസ്റ്ററി. സാധാരണക്കാരായിട്ടുള്ള ആളുകള് 104 പേര് ഇന്ന് കോടീശ്വരന്മാരായി. അതിലുള്ള ഒരു കോടീശ്വരനാണ് ഞാൻ. എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക്, എന്റെ വൈഫ് ഒരു സെലിബ്രിറ്റി അല്ല, എന്റെ വൈഫ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയല്ല, ഒരു ഗസറ്റഡ് ഓഫീസർ അല്ല, എക്സിക്യൂട്ടീവ് ഇൻഡസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ടിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 50,000 രൂപയാണ് കമ്പനി അയച്ചു കൊടുക്കുന്നത്. ഇതാണ് കമ്പനി എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള കമ്പനി, 3 ഹൈക്കോടതികളുടെ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ള കമ്പനി, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇന്ന് ഇന്ത്യയിലുള്ള ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ 2 പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് 2016 ഇന്ത്യയിലെ ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നടത്തിയിട്ടുള്ള അച്ചീവേഴ്സ് കോൺഫറൻസിൽ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇന്ത്യൻ കമ്പനിയുള്ള എക്സലൻസ് അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങി വിൻ ചെയ്തിട്ടുള്ള കമ്പനി, ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി. ഈ ഒരു കമ്പനിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു ബിസിനസ് ഇവിടെ നടക്കുകയല്ല, ഓടുകയല്ല, ഇവിടെ പറക്കും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരൊറ്റ കാര്യം ചോദിക്കാം. 2 രീതിയിൽ 3 രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നിങ്ങളുടെ ഇമ്മ്യൂൺ കപ്പാസിറ്റി കൂട്ടാം, ശരീരത്തെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രോഡക്റ്റ് നിങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുത്താൽ കമ്പനി നിങ്ങൾക്ക് 500 രൂപ ഒരു പ്രോഡക്റ്റിന് പ്രോഫിറ്റ് തരാൻ തയ്യാറാണ്. ആരോഗ്യമാണ് നമ്മൾ കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ബിസിനസ്സുകാര് ചെയ്യുന്നത് പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഒരു ചാൻസ് കൂടെയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ടാറ്റയുടെ കമ്പനി, മുട്ടസൂചി മുതൽ കാർ വരെയുള്ള കമ്പനി, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള കമ്പനി. അതിൽ നിന്ന് ഒരു ഉപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഉപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 25 ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കണം. പ്രോഡക്റ്റിനല്ല, ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതേ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. ഒരു സാധാരണക്കാരന് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എടുത്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൊടുത്തുകൊണ്ട് അവരിലൂടെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവരിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ചാൻസ് അവരിലൂടെ. കാരണം
സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട്, അതായത് ഡെയിലി വേജസ് അല്ലെങ്കിൽ മന്ത്ലി വേജസ് ശമ്പളം വാങ്ങിയിട്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട് ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ ഡ്രൈവർ സർക്കിളിൽ, നിങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം അവരുടെ സമയവും അവരുടെ അധ്വാനവും മാത്രമേ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള വരുമാനം മാത്രമേ കിട്ടുള്ളൂ. ഒരു ഷോപ്പ് ഇട്ടിട്ട് ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിലേക്ക് മാറി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് ഷോപ്പുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക. മറ്റുള്ളവരുടെ സമയം നമ്മുടെ സമയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ചാൻസ് ആണ് ഇതിലൂടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഒരു സംരംഭകനാകാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ചാൻസ് ഒരു സാധാരണ വ്യക്തിക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കണ്ട, വാടക കൊടുക്കണ്ട, കറണ്ട് ബില്ല് കെട്ടണ്ട, CCTV വെക്കണ്ട, ശമ്പളം കൊടുക്കണ്ട, ടെറിട്ടോറിയൽ ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല, കൊണ്ട് നടന്ന് വിൽക്കണ്ട. എക്സ്പീരിയൻസിലായിട്ടുള്ള ലീഡേഴ്സ് നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ എക്സ്പീരിയൻസോ ബാധകമല്ലാതെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ബിസിനസ്സുകാരനാവാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകത്ത് പ്രൂവൺ ആയിട്ടുള്ള ഒരൊറ്റ ബിസിനസ് മേഖലയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു മേഖല. ഇൻഫ്ലുവൻസർ ഡ്രിവൺ മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്ന് ഇത് നിയമസഭയിൽ നിയമമായിട്ട് പാസ്സാക്കിയിട്ടുള്ളൊരു ബിസിനസ്. കഴിഞ്ഞ ഏപ്രിൽ 19 തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇതിന്റെ നോഡൽ അതോറിറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴും നമ്മൾ ഇത് പഴയ ആട് തേക്ക് മാഞ്ചിയമാണെന്ന് വിചാരിച്ച് നിൽക്കുക. അതിന്റെ കാലം കഴിഞ്ഞു. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ജോലിയേക്കാളും ഹൈ ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. MBAക്ക് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആണ്. എല്ലാ യൂണിവേഴ്സിറ്റികളിൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇപ്പൊ പാഠ്യ വിഷയമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന ഒരു വിഷയം. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ടൗണുകളിലും ഡയറക്ട് സെല്ലിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഡിഗ്രിക്ക് പഠിക്കാനുള്ള വിഷയം നാളെ 7ാം ക്ലാസ് മുതൽ അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ സിലബസിൽ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സിലബസിൽ വരാൻ പോകുന്ന ഒരു വിഷയം. സാധാരണക്കാരന് എങ്ങനെ സംരംഭകനാവാൻ പറ്റും, എങ്ങനെ ഒരു കോടീശ്വരനാവാൻ പറ്റും. സാധാരണക്കാരിലേക്ക് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റിന് അറിയാം സാധാരണക്കാരുടെ കൈകളിലേക്ക് പൈസ വന്നാൽ മാത്രമേ രാജ്യം ഡെവലപ്പ് ആവുകയുള്ളൂ. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇതിന് നിയമം വന്നത്. 2015 കേരള ഗവൺമെന്റും 2016 കേന്ദ്ര ഗവൺമെന്റും ഇതിന് വ്യക്തമായിട്ടുള്ള നിയമം കൊണ്ടുവന്നു. അതനുസരിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഇന്ത്യയിൽ നിയമമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാം. ഇത് പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ് സുഹൃത്തുക്കൾ. നിങ്ങളൊന്ന് ഒരു 2-3 മാസം എടുത്തുകൊണ്ട് ലെഫ്റ്റ് നിങ്ങളുടെ 2 ഓർഗനൈസേഷൻ ആണ് ഉണ്ടാവുക. ലെഫ്റ്റിലൊരു 10 പേരുണ്ട്, റൈറ്റിലൊരു 10 പേരുണ്ട്. അവര് എല്ലാ ആഴ്ചയിലാണ് നമുക്ക് ഇവിടെ വരുമാനം. എല്ലാ ബുധനാഴ്ചയും നമുക്ക് വരുമാനം, ചൊവ്വാഴ്ച ബുധനാഴ്ച നമുക്ക് വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എല്ലാ ആഴ്ചയിലും ഈ 10 പേര് 4 പ്രോഡക്റ്റ് മാത്രം സെയിൽ ചെയ്യുന്ന 10 പേരെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും 40,000 രൂപ നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ ചെയ്യാം. നാട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അൽ വിവ എന്ന് പറഞ്ഞിട്ട് ദുബായിലെ കമ്പനി ഈ മാസം ലാസ്റ്റോട് കൂടി അവിടെ ലോഞ്ച് ചെയ്യാൻ പോവാൻ നമ്മുടെ പ്രോഡക്റ്റ്. ദുബായിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ബിസിനസിന്റെ സാധ്യത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ഇന്ത്യൻ കമ്പനി പോയിട്ട് ദുബായില് അതും ഫുഡ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ 12 പേര് ദുബായിലായിരുന്നു. അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഗവൺമെന്റുമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു വർഷം, ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ ലോഞ്ച് ചെയ്യാൻ പോവാ. അത്രയും വലിയ സാധ്യത. ഇതുവരെ നമ്മളൊക്കെ ദുബായിലേക്ക് പോയത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നത് ഈ ഒരു ഇൻഡസ്ട്രി ഓഫ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും.
ഇതുവരെ നമ്മൾ പണിയെടുത്തിട്ടാണ് ദുബായ് പോലുള്ള രാജ്യങ്ങള്, UAE പോലും ആ ഒരു രീതിയിലേക്ക് വളർന്നു വന്നത്. നമ്മുടെ അധ്വാനമാണ്, നമ്മുടെ പ്രവാസികളുടെ അധ്വാനമാണ്. ഇനി അവര് പിന്നെ പണിയെടുത്തിട്ട് നമ്മളെ ഇവിടെ ഇരുന്ന് വരുമാനം വരുന്ന രീതിയിലേക്ക് വരും. ഒരു സ്വീറ്റ് റിവെഞ്ച്, മനസ്സിലായോ? ആ ഒരു രീതിയിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് കേട്ടതെന്ന് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾ എന്താണോ ഈ ഒരു ബിസിനസ് പിന്നെ ആരാണോ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് അവരെ നിങ്ങൾ കൂടെ നിൽക്കുക. അവരെന്താണോ പറയുന്നത് അതനുസരിച്ചുകൊണ്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു 12 പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ്, ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ കയറി നിൽക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാന് ഈ ഒരു എന്റെ ബിസിനസ്സുകളെല്ലാം പൊട്ടിയപ്പോ ദൈവമേ എന്തിനെന്നോട് ഇങ്ങനെ എന്ന് ഞാൻ പോലും ചിന്തിച്ചിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് എന്തിനിങ്ങനെ, എല്ലാം തൊട്ടതെല്ലാം പൊന്നാവുക എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ തൊട്ടതെല്ലാം പാടിപ്പോയിട്ടേ ഉള്ളൂ. വീട്ടിലും വേണ്ട, നാട്ടിലും വേണ്ട, ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ദൈവമേ എന്നോട് ഇത് എന്തിന് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ച് ഞാൻ അന്ന് ഈ ഒരു ബിസിനസ് ഒക്കെ പൊട്ടിയതും ഈ ഒരു ബിസിനസ് ഒക്കെ പോയതും ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ കൊണ്ടുവരാൻ ദൈവമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട്, ദൈവം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരണേ എന്ന്. ദൈവം ഒരിക്കലും വീട്ടിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ വഴിക്കോ കൊറിയർ വഴിക്കോ ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റി തരില്ല. 6 വർഷം മുമ്പേ രാജേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങളെ ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തോ ഇത് കാണിച്ചു തന്നിട്ടുള്ളത്. താൻ പാതി ദൈവം പാതിയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം അല്ലെ, അറഫ ദിവസം കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റികൾക്ക്, മതമേതായിക്കോട്ടെ, പുണ്യമാകപ്പെട്ട ദിവസം എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും എല്ലാം നമുക്കൊരുപോലെ അല്ലെ. ഈ ഒരു നല്ല ഒരു വിശേഷമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടിട്ടുള്ളത്. ദൈവത്തിന്റെ നിമിത്തമാണത്. താൻ പാതി ദൈവം പാതി, ദൈവത്തിന്റെ പാതി ഇന്ന് ഈ ഒരു സമയത്ത് വളരെ മനോഹരമായിട്ട് ദൈവം ചെയ്ത് കഴിഞ്ഞു. 6 വർഷം മുമ്പേ എനിക്കൊക്കെ ദൈവം ചെയ്ത ദൈവത്തിന്റെ പാതി നിങ്ങൾക്കാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 2025, 26 വർഷങ്ങൾ നിങ്ങളുടെ വർഷമാക്കി മാറാൻ പറ്റും. ദൈവത്തിന്റെ പാതി ദൈവം ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പാതിയാണ് നല്ലൊരു തീരുമാനം എടുക്കുക എന്നുള്ള പാതി. ഒരു രൂപ പോലും നഷ്ടം വരാതെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്ത് ഏറ്റെടുക്കാൻ പറ്റും. ഒരു വർഷം നിങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിയുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു തീരുമാനം എടുക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് ഇൻഡസ്ട്രി. താങ്ക് യു വെരി മച്ച് ആൻഡ് ലവ് യു. താങ്ക് യു. ഓവർ ടു ബ്യൂട്ടിഫുൾ MC Abid sir.